വിഴിഞ്ഞത്തിന്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വല നീന്ത കുറേ പേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാലേ കുറച്ചുകൂടി ഒരു വൈബാണ്, കുറച്ച് പീസാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര ലേലം വിളി, ഭയങ്കര അവരുടെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, മീൻ വെക്കുന്നു, മീൻ എടുക്കുന്നു. ഇവിടെ വേറെ രീതിയാണ്. അതെ ശരി. ഇവിടെ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, കഥകൾ പറയുന്നു. ആ ഒരു കുറച്ചുകൂടെ വൈബാണ് അവര്. നമുക്ക് അവരുടെ വൈബ് എന്താ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഭാഗം ഇവിടെ നിന്ന് കുറച്ചൊരു 10 കിലോമീറ്റർ അദാനിയുടെ ഹാർബറില്ലേ, അതിൻ്റെ മുകളിൽ പിന്നെ അവിടെ പിന്നെ ശിവക്ഷേത്രമുണ്ട്, ആഴിമല ക്ഷേത്രം. പോയിട്ടുണ്ട അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ വിഴിഞ്ഞത്തിൻ്റെ വ്യൂ മൊത്തം മനസ്സിലാവും. അവിടെ ചെന്ന് നോക്കിയാൽ മതി ആഴിമലയിൽ, എന്നാൽ മനസ്സിലാവും ഈ പിന്നെ വിഴിഞ്ഞത്തിൻ്റെ ഭംഗിയും സൗന്ദര്യവും. ആഴ്മല ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കിയിട്ട് അവിടെ നിന്നോട്ട് ക്യാമറ സൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സുന്ദര സീന് കിട്ടും. ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ബ്ലിങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു പണ്ട്. ബ്ലിങ്ക ബ്ലിങ്ക എന്ന് പറഞ്ഞാൽ ആഴി രാജാക്കന്മാർ ഭരിച്ച സമയത്തുള്ള സ്ഥലനാമമാണ് ബ്ലിങ്ക. മനസ്സിലായില്ല? അതാണ് ഇപ്പൊ വിഴിഞ്ഞായിട്ട്. ഇത്രയും നേരം ഞങ്ങൾ ചോദിച്ചിട്ട് ഇത്രയും അറിവുള്ള ആ കാര്യം പറഞ്ഞ ഒരൊറ്റയാൾ ഇവിടെ കൈ കൊടുത്ത് ഇത്രയും പറഞ്ഞ ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞു? എന്റെ പേര് അബൂബക്കർ. എന്റെ പേര് സൈനുൽ ആബ്ദീൻ. ഈ ഉത്തരം നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന നമ്മുടെ ചേട്ടന് താണ്ട ഇയോ ബാൾ ഗ്രേപ്പ് ജ്യൂസ് നൽകുന്ന അതിമനോഹരമായ ഒരു ജ്യൂസ് നമുക്ക് സമ്മാനം കൊടുക്കാൻ. നല്ല തണുപ്പൊക്കെ അല്ലേ, സന്തോഷത്തോടെ സ്വീകരിക്കണം. ഒരു കൈയടി തീർച്ചയായിട്ടും, എല്ലാവരും കൈയടിക്ക്. കണ്ടോ ആ സ്നേഹം നോക്കണം. ഇതാണ് കണ്ടോ, ഇതാണ് നമ്മുടെ വിഴിഞ്ഞത്തുള്ള സ്നേഹം. ഇത് ഉള്ളി നിസ്കാരപ്പള്ളി മാത്രമേ ഉള്ളൂ. ടൈമിന് നിസ്കരിക്കുക അത്രയേ ഉള്ളൂ. ചരിത്രമുള്ള പള്ളി ഹാർബർ റോട്ടിൽ 2 പള്ളിയുണ്ട്, അവിടെയാണ് ചരിത്രമുള്ളത്. ആ കാണുന്ന ആ ഭാഗത്ത് അതെ അതെ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് അവിടെ ഉണ്ടാവും. അത് റോഡ് അവിടെ അവസാനിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അത് അവസാനിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഹാർബർ അവിടെ ക്ലോസ് ചെയ്തിരിക്കുക ആണല്ലേ. അൽതാഫേ വന്നേ, ഇവിടെ അടിപൊളി ചേട്ടൻ കണ്ടോ, പുള്ളിയുടെ ഡാൻസ് ഒക്കെ. കളറി സ്റ്റെപ്സും ഉണ്ട്. എന്നാ ഏതാണ് ഇറ്റത്? ഏതാണ്? ചേട്ടാ ഒന്ന് അങ്ങോട്ട് ഇരുന്ന് ഒന്ന് പേരെന്ന് പറഞ്ഞേ. പേര് മുഹമ്മദ്. പീര് മുഹമ്മദ്. ഓക്കെ. ഞങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞുതരാമോ, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ ഈ കമ്പൂല വയ്ക്കാൻ വേണ്ടിയിട്ടേ അതിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഓക്കെ, ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ. കമ്പൂല കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടുണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കൂടുതലും ഇവിടെ ഭരിക്കും. മറ്റേ എല്ലാ മേഖലയിലും ഉണ്ട്. കേരളത്തിൽ തീരദേശത്ത് എല്ലാവിടെ ഉണ്ട്. തീരദേശത്ത് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കന്യാകുമാരിയുടെ അങ്ങോട്ട് കിഴക്ക് ഓരിനെല്ലി പറയുന്ന അടുത്തുണ്ട്. അതുകൊണ്ട് നമ്മളെ പെരുമാറ വർക്കല അതുവരെയൊക്കെ ഇത് വളയ്ക്കും. ഇതുണ്ട്. അത് ശരി. ഇതിലേക്കാണ് കൂടുതലും ഈ വേളാവും നെമ്മീനൊക്കെ കൂടുതലും പറഞ്ഞത്. അത് ശരി. അതിൻ്റെ ഇതാണ്. ഇത് 10, 50, 60, 100 പേര് വരെ വലിക്കും. ഇത് എങ്ങനെ നമ്മൾ ഇത്ര ദിവസം നമ്മളിത് വല കെട്ടി ഉണ്ടാക്കുകയോ ചെയ്യുന്നത്? ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് 2 ഇങ്ങനെ കൂട്ടിച്ചേർത്തെടുക്കും അല്ലേ? അപ്പൊ എത്ര സമയം എടുക്കും നമ്മൾ ഇത് ആക്കിയെടുക്കാനായിട്ട്? ഇത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസമൊക്കെ പിടിക്കും. ഒരുപാട് ദിവസം അല്ലേ? എന്തെങ്കിലും വർക്കിൽ ചേട്ടൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വിഴിഞ്ഞത്തെ പറ്റിയിട്ട് നമ്മളിവിടെ വിഴിഞ്ഞത്ത് വരുവാണെങ്കിൽ ഏറ്റവും ആദ്യം കാണേണ്ടത് എന്ത് കാര്യങ്ങളായിരിക്കും? ഏത് ഭാഗമായിരിക്കും? വിഴിഞ്ഞത്ത് വരികയാണെങ്കിൽ ഇപ്പം മെയിനായിട്ട് വരികയാണെങ്കിൽ അദാനിയുടെ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലേ? ഇപ്പോഴേ. പിന്നെ നേരത്തെയൊക്കെ വിഴിഞ്ഞത്ത് വരികയാണെങ്കിൽ ഇവിടെ ഒരു 5 പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുത്ത് പാർക്കിംഗ് ഉണ്ട്. പാർക്കുണ്ട്. ഒത്തിരി ആളുകൾ വരും അല്ലേ? ഒത്തിരി ആളെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ വരും.
തെക്ക് വടക്കിന്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇനി കവർ ചെയ്യണം. എന്താണ് ഈ തെക്ക് വടക്ക്? തെക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും. അതെ, പോണ്ടേ നമുക്ക്? പിന്നെ അതെ, ഇറ്റ്സ് മീ അൽത്വാഫ്, ഡേവിഡ്. ബൈ.